ദൈവമേ, ഇന്ന് 4 കാലിലാണോ എന്തോ വരാൻ പോണെ. നിന്റെ കരിനാക്ക് വലിച്ചടി തോ കണ്ണാപ്പി. അയ്യോ അപ്പോ അപ്പോ എടാ എടാ ഒടയല്ലേടാ, ഇന്നും കള്ളു കുടിച്ചല്ലേ? നീ എന്നെയും എന്റെ മോനെയും തമ്മിലടിപ്പിച്ചല്ലേടി? എപ്പാ മോണ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ വെറുപ്പിക്കാനല്ലേ നീ? അയ്യോ ഭഗവാനെ, ഇപ്പോഴെങ്കിലും സത്യാവസ്ഥ എല്ലാരും അറിഞ്ഞല്ലോ. അയ്യോ ഇങ്ങനെന്നല്ലല്ലോ ഇന്നലെ പറഞ്ഞ. അപ്പൊ ഞാൻ പിങ്കി. നീ പിങ്കിയല്ല, നീ കുങ്കി. എടി ഇവളെ ഞാൻ എന്ത് എന്ത് ഡാൻസ് കളിക്കണ എന്തിനാശാനെ? ഇവിടെ ഒരു കമ്പ് കിടന്നല്ലേ? കമ്പ് കമ്പാ? അയ്യോ ഇതാണോ? എന്താ ഇവിടെ എന്താണ് ഇത്? കള്ളു കുടിച്ചിട്ട് വന്നിങ്ങനെ കള്ള കിടുതാപ്പി. ഞാൻ എന്താ ഇത്? നീ എന്തുണ്ട് അവനെ അടിച്ചത്? അവന്റെ ആശാനെ ഒന്നും വേണ്ട. നാണം ഉണ്ടോ? നാണം നാണം ഉണ്ടോ നിനക്ക്? തന്താര പ്രായമുള്ള ഒരാളെ കൊണ്ടുപോയി കുടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ചെടുകളാ നീ. ഞാൻ ഇങ്ങനെ കുടിപ്പിച്ചൊന്നുമില്ല. കോടെ കിടന്ന് ഇങ്ങനെ ഇതുവരെ എടുത്തോണ്ട് വന്നത് ഞാൻ. അപ്പഴും നിങ്ങൾ എന്നെ അടിക്കണം. ഓടയും കിടന്നു ആശാനെ പറയാം. ഇങ്ങോട്ട് എന്തിനാ ബലം പിടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ദേഹത്ത് തൊട്ടാ വേണ്ട, ഇതിൽ കിടത്തി ഉറക്കും ഞാൻ നിങ്ങളെ. ആശാനെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഒന്നുമില്ലേ? അണ്ണാ അണ്ണാ രവി അണ്ണാ അണ്ണാ ചേട്ടത്തി. ഓ എന്താണ് അത് കാണിക്കുന്നത്? ഞാൻ അവരെ വിളിച്ചത് എന്ത്? അവരെ വിളിച്ചെന്തിനി? പിന്നെ നിങ്ങളെ കാണിക്കണ കൂത്ത് എല്ലാരും കാണണ്ട്. ഞാൻ എന്തൊരു കൂത്താടി, ഞാൻ എന്തൊരു കൂത്താടി. എന്തൊരു ഡാൻസ് കളിച്ചാ, കുമ്പോടെ കളി കളിച്ചാ, ഭരതനാട്യം കുച്ചിപ്പൊടിയാണ് അവിടെ കളിച്ചത്. കുച്ചിപ്പൊടിയല്ല, ഞാൻ വല്ലതും പറയും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയുക. എന്തോന്ന് മാമ ഇത്? 2 പെമ്മക്കളുമായിട്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഇന്നലെ എന്തായിരുന്നു ഈ അയൽവക്കക്കാരെ മുമ്പിൽ വെച്ച് താണ്ഡവല്ലായിരുന്നോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല. 2 പെമ്മക്കളുമായിട്ട് നീ ഇവിടെ താമസിക്കുന്നത്. ഒരു അല്പമെങ്കിലും മര്യാദ നീ കാണല്ല. നീ കാണാ? എടാ ഞാൻ ഇവിടെ എന്തിനാണ് കാണിച്ചത്? അയ്യോ ഒന്നും കാണിച്ചില്ല. തോലി ഉരിഞ്ഞു പോയി മനുഷ്യന്റെ. എവിടെ തൊലി ഉരിഞ്ഞ്? എന്റെ മാനമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇത് കയറി കിടക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ മാനം ബാക്കിയുള്ളവർക്ക് മാനക്കേടാണ്, മനസ്സിലായാ? ഞാൻ എന്തിനാ തുണിയില്ലാതെ ഞാൻ ഇവിടെ നടന്നു? എന്റെ പൊന്നുമാമാ തന്തേ, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. 2 വലിയ പിള്ളേര് പെമ്പിള്ളേര് നിൽക്കുകയാണ്. ഞാൻ എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കല കേട്ടല്ലോ. ഞാൻ തിരി പറഞ്ഞു. എന്റെ ഭഗവാനെ, ഈ ചിന്നു ഇതൊക്കെ ഇങ്ങനെ സഹിക്കണ്ടേ? അവാർഡ് കൊടുക്കണം. എന്തിനാ അവാർഡ്? അവാർഡാ? എന്റെ അച്ഛനും കൊണ്ടോട് അവാർഡ് കൊടുക്കാൻ. ഒരു സൗകര്യമില്ല. എന്നും ഇത് തന്നെ. കുടിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കുടിച്ച് ഞാൻ ഒരു ഇല്ല അണ്ണാ സമാധാനപ്പെടും. ഇങ്ങനെ വിട്ടാ പറ്റൂല അങ്ങളെ. ഞാൻ ഒരു വഴി പറയാം. റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോകാം. അതെന്തായാലും ലഹരി വിമുക്ത കേന്ദ്രം അവിടെ കൊണ്ടുവന്നാക്കുമ്പോഴേ എല്ലാ അഡിക്ഷനും മാറിക്കോളും. ഒരു 3-4 മാസം അവിടെ പോയി കിടക്ക്. അത് തന്നെ. ബാഗ് അച്ഛൻ പറഞ്ഞ കാര്യം ഇങ്ങനെയൊന്നും ഇനി ഞാൻ അച്ഛൻ ആവർത്തിക്കൂല. ഞാൻ എന്തല്ലേ ഇതൊക്കെ ഞാൻ ലഹരിയൊന്നും കഴിച്ചില്ല. തുപ്പൂലം കള്ളു കുടിച്ച അത്ര. കള്ളിന് ലഹരി ഇല്ലായിരിക്കും. തുപ്പൂര് അല്ലല്ല അത് തന്നെ നീ പറഞ്ഞ പോലെ. അപ്പൊ ഇത്തിപ്പോരെ കുടിച്ചപ്പോ ഈ പ്രകടനമാണെങ്കിൽ കുറച്ച് കൂടുതൽ കുടിച്ചെങ്കിൽ എന്തായിരുന്നു? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇനി ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞില്ലടേ. ആവശ്യമില്ലാത്തടത്തൊന്നും എന്നെ കൊണ്ടുപോവല്ലേ മക്കളെ. ആർക്കും ആവശ്യമില്ലാത്തടം ഞാൻ ചെയ്യൂ. ആവശ്യമില്ലാത്തത് കൊണ്ടുപോകും. അത് മതി. അച്ഛന് വളരെ ആവശ്യമുള്ള ഒരു സ്ഥലമാണ് അത്. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോകുന്നത്. അയ്യോ രവി ഒന്ന് പറയടാ. രാമ ഒരു കാര്യം ചെയ്യ്. മാമ ഇത്രയും പറഞ്ഞല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാം. നീ എന്തിനു പറഞ്ഞത്? കൊണ്ടുപോവാ മക്കളാ ഒരു കാര്യം പറഞ്ഞു. മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനം അപ്പൂപ്പ വാങ്ങിച്ചു തരും. കൊണ്ടുപോകണ്ടാത്ത പറ മക്കളെ. മക്കൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു തരണ്ട. ഞാൻ പറയാം. മക്കള് പറ. വിഷമിക്കണ്ട, ഞാൻ പറയാം. അങ്കിൾ എങ്ങനെ അങ്കിൾ എത്ര ജോഡി ഡ്രസ് എടുത്ത് വെച്ചേക്കണം? 6 ജോഡി എടുത്ത് വെച്ചാൽ 2 മുണ്ടും കൂടെ എക്സ്ട്രാ എടുത്ത് വെച്ചു. മതിയല്ലേ? ഞാൻ പാക്ക് ചെയ്യട്ടെ. എന്റെ പൊന്ന് രാമ, അച്ഛന് ചെയ്യില്ല. പൊന്ന് ക്യാമന രാമ ചെയ്യൂല. അതെ, എന്ത് ചെയ്യൂലെന്ന് ഞാൻ വെള്ളമൊന്നും അടിക്കില്ല. ഞാൻ പറയുമ്പോൾ കാക്കോ? അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കണം. അച്ഛൻ ഒരു 2 മാസം അവിടെ പോയി നില്ല്. എടാ
എന്തൊരു മക്കളാ. അത് വയ്യേ ഇപ്പൊ മനസ്സിലായി. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ അപ്പൊ തന്നെ അനുസരിച്ചില്ലല്ലോ. അത് എന്നെ പറഞ്ഞത്. അയ്യോ ഇത് എനിക്കൊണ്ട് പറ്റൂല. ഒന്നും പറയണ്ട, മാമ പെട്ടെന്ന് റെഡി ആവുമ്പോ മോളെ ഡ്രസ് എടുക്കുമ്പോഴേ അച്ഛന്റെ ബാൻഡ് അകത്ത് പുതിയ 2 മുണ്ട് എടുത്തു പോകണം. എടുത്തു ഞാൻ അവിടെ പോണോ? പിന്നല്ല നിങ്ങൾക്ക് നിർബന്ധം തന്നെ. നിർബന്ധം തന്നെ. തന്നെ എന്നാ നിക്ക്, ഞാൻ ഡ്രസ് ഞാൻ തന്നെത്താനെ മാറിക്കൊണ്ട് വരാം. അത് മതിയാ? മതിയല്ലോ. ശരി, നിങ്ങൾ അങ്ങോട്ട് വരണ്ട. ബാഗിൽ എടുത്തോണ്ട് വരെ. ബാഗ് എടുക്കാൻ തന്നെ പോണത്. മാമ ചെല്ലേ പെട്ടെന്ന് ഇറങ്ങ്. ഇത് സത്യം പറഞ്ഞാലേ നേരത്തെ ആവണമായിരുന്നു. എന്തോന്ന് എടുക്കണം അവിടെ? അകത്തോലും പോയിരുന്നു കരയെന്നെ. അറിഞ്ഞൂടാ കേട്ടോ, ഭയങ്കര വിഷമായി കാണും കേട്ടോ. എത്ര നേരമായി നിന്നെ കാണാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ചേട്ടത്തി വിഷമം എനിക്കുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ കാണുന്നു കാണിക്കാമോ? ഇത് അഴിഞ്ഞാട്ടോ ഇല്ലേ? അതെ, നന്നാവാൻ വേണ്ടിട്ടല്ലേ. കുഴപ്പമില്ല. വാട്സപ്പ് മെസ്സേജ് ചെയ്യണം അച്ഛൻ. രാമ, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. ഞാൻ പോണു. ഇനി എന്നെ അന്വേഷിച്ച് നീ വന്നാൽ നിന്നെ അന്വേഷിച്ച് ആർക്കും വരേണ്ടി വരില്ല. ഗുഡ് ബൈ.